ഈ മീഡിയയെ കൈക്കുമ്പിളിൽ വെച്ച് നുണ പ്രചരിപ്പിക്കാമെന്നുള്ള കേന്ദ്രന്മാരുടെ സ്വപ്നങ്ങളും തല്ലി തകർക്കപ്പെടുകയാണ്. തെരുവിൽ ജനം കേന്ദ്ര കുഴലൂത്തുകാരെയൊക്കെ ഇപ്പോ ആട്ടിപ്പായിക്കുന്ന രീതി കണ്ടാൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട തൊഴിൽ മേഖലയുടെ തകർച്ചയാണ് ആ കാണുന്നത്. കണ്ടില്ലേ, മാധ്യമ പ്രവർത്തനം ഭരണഘടനയുടെ 4ാമത്തെ തൂണാണ്. പക്ഷേ ആ തൂണിന് ഇപ്പോൾ കോർപ്പറേറ്റുകളുടെ പണം വാങ്ങി കേന്ദ്രന്മാരെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടി വാഴ്ത്തുപാട്ട് പാടുക, ശരിയായ കാര്യങ്ങളെപ്പോലും തെറ്റിദ്ധരിപ്പിച്ച് വളച്ചൊടിച്ച് ജനങ്ങൾക്ക് മുന്നിൽ വാർത്ത എന്ന പേരിൽ വ്യാജത്തരം പ്രചരിപ്പിക്കുക, അതിലൂടെ പൊതുബോധ നിർമ്മിതികൾ നടത്തുക, എന്നിട്ട് യഥേഷ്ടം ഈ രാജ്യത്തെ കൊള്ളയടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെയുള്ളവർ നീറ്റ് പരീക്ഷയിലും CBSE പരീക്ഷയിലെല്ലാം വന്ന വീഴ്ച വലിയ വാർത്തയല്ലായിരുന്നു. അവർക്ക് 12ഓളം കുട്ടികളുടെ ജീവന് വിലയുമില്ല. സ്വാഭാവികമായി ജനക്കൂട്ടം രൂപപ്പെടുമ്പോൾ ഇന്നലകളിൽ അവരെ ഇഗ്നോർ ചെയ്ത അല്ലെങ്കിൽ അവഗണിച്ച ഗോദി മീഡിയയോട് അസ്വാരസ്യമുണ്ടാകും, വല്ലാത്ത അസഹിഷ്ണുതയുണ്ടാകും. ആ അസഹിഷ്ണുതയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു തൊഴിൽ മേഖലയ്ക്ക് ഈ ഗതികേട് നേരിടേണ്ടി വന്നത്. ഇത് നശിപ്പിക്കുന്നത് ആ മേഖലയുടെ മൊറാലിറ്റി കൂടിയാണ്. സത്യസന്ധമായി പ്രവർത്തിക്കേണ്ട മാധ്യമ സംവിധാനങ്ങൾ പണം വാങ്ങി അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ പാടുകയും അവർക്ക് അനുകൂലമായിട്ടുള്ള വികാരം സൃഷ്ടിക്കുന്ന വാർത്തകൾ മാത്രം പടച്ചുവിടുകയും ചെയ്യുമ്പോൾ പൊതുജനം എന്നത് അത്ര കഴുതകളല്ല. അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്താനും തിരിച്ചറിയാനും ശേഷിയുണ്ട് എന്നതിന്റെ തിക്ത അനുഭവമാണ് അവർ നേരിടുന്നത്. അതിലൂടെ തകർന്നു വീഴുന്നത് ഈ നാട്ടിലെ തിരുത്തലുകളായി പ്രവർത്തിക്കേണ്ടിയിരുന്ന ഒരു വിഭാഗം കൂടിയാണ് ജനങ്ങളുടെ മുന്നിൽ നിന്നും മനസ്സിൽ നിന്നും ആട്ടിയോടിക്കപ്പെടുന്നത്. ഇതിന് ഉത്തരവാദികൾ ഈ നാട്ടിൽ ഇപ്പോൾ മാധ്യമ സ്ഥാപനങ്ങളെ നയിക്കുന്നവരാണ്. ആ ആട്ടിയോടിക്കലുകൾ താഴേക്കിടയിലെ റിപ്പോർട്ടർമാരാണ് നേരിടുന്നതെങ്കിലും അത് യഥാർത്ഥത്തിൽ മാധ്യമ സ്ഥാപനങ്ങളിലെ മുതലാളിമാരെ ആട്ടിയോടിക്കുന്നതിന് തത്തുല്യമാണ്. ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തവർക്കെല്ലാം ഒരു കാലത്ത് ജനം തരാൻ പോകുന്നതും ഇത് തന്നെയാണ്. ഓർത്തു വെച്ചോളൂ. Video!